Hello guys. Welcome back to our YouTube channel. എന്തൊക്കെയുണ്ട് വിശേഷം ചേച്ചി? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? എന്നിട്ട് പറ. ഹലോ ഗൈസ്, ഇത് എൻ്റെ ഏട്ടൻ്റെ കുട്ടിയാണ്. പേരെന്താ പറഞ്ഞെടുക്ക്? നൂനു ഞങ്ങൾ വീട്ടിൽ വിളിച്ചു നോണോന്ന്. നൂനു അല്ല, ശരിക്കുള്ള പേര് പറഞ്ഞെടുക്ക്. തെന്നലി ദേവ്. ഇത് നമ്മളെ വല്യമ്മന്റെ മോളാണ്. എൻ്റെ പാരൻസ് ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. അവളുടെ പാരൻസ് ഒക്കെ UK-ലാണുള്ളത്. ഇവൾക്ക് 1.5 വയസ്സായപ്പോൾ അവർ പോയതാണ്. കൊണ്ടുപോകാൻ പേപ്പേഴ്സ് ഒന്നും ശരിയായിട്ടില്ല, അതാണ് കൊണ്ടുപോകാത്തത്. എവിടെ അച്ഛനും അമ്മ എവിടെ? UK-ലാണ്. UK അല്ല, ഞങ്ങൾക്ക് UK അല്ലേ? ഉണ്ണി പോകണുണ്ടോ അങ്ങോട്ട്? UK-ക്ക് പോകണുണ്ടോ? പേപ്പർ നേരെ ആയിട്ടാണ് പോണത്. അപ്പോൾ ഉണ്ണി പോയി കഴിഞ്ഞാൽ ആൻറ്റി എന്താ ചെയ്യാ? എവിടുന്നാ മേടിക്കുക? ഒരു കാര്യം, നൂന് പോയി കഴിഞ്ഞാൽ ആൻറ്റി കല്യാണം കഴിക്കാം. അപ്പം പിന്നെ കുഴപ്പമില്ല. കുഴപ്പമില്ല. ഞാൻ കല്യാണം കഴിക്കും. എന്നിട്ട് അതെന്താ കുഴപ്പം? നൂന് പോവല്ലേ നൂനിൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തേക്ക്? അപ്പൊ നൂനുക്ക് അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്തേക്ക് പോണ്ടേ? വേണ്ട. അതെന്താ? അച്ഛൻ്റെ അമ്മേനെയും കാണാനേക്ക് മഞ്ഞിലും കച്ചണ്ട. മഞ്ഞിൽ കളിക്കണ്ടേ? എന്നാ അച്ഛനും അമ്മേനോട് ഇങ്ങോട്ട് വരാൻ പറയാം. അച്ഛനും ഊക്കമ്മോണ്ട് കണ്ണച്ചോണ്ടു അവരുടെ മഞ്ഞ് വരയ്ക്ക് ഇതാ പറയാ. ഞങ്ങൾക്ക് UK-ക്ക് പോണത് അവരെ കാണാനൊന്നല്ല, ഞങ്ങൾക്ക് മഞ്ഞിൽ കളിച്ചാൽ മതി. UK-ൽ മൊത്തം മഞ്ഞാണെന്നാണ് ആളുടെ വിചാരം. അപ്പോൾ മഞ്ഞിൽ കളിച്ചാൽ മതി ആൾക്ക്, അല്ലേ? കുറേ ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വേറെ ഒന്നുമില്ല, ചെറിയ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മയ്ക്ക് വയ്യാണ്ടായിട്ട് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അത് കാരണം വീഡിയോസൊന്നും ഇടാൻ പറ്റിയിട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ അങ്ങനെ വയ്യാണ്ടായി. ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ കാരണമാണ് ഷോർട്സ് മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നത്. അതും തട്ടിക്കൂട്ടി ഇടുമായിരുന്നു. എങ്ങനെ ഇടണം എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനത്തെ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ലോങ് വീഡിയോസൊക്കെ ചെയ്യാൻ നിന്നപ്പോഴാണ് അമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാണ്ടായത്. അമ്മയ്ക്ക് പെട്ടെന്ന് സ്ട്രോക്കൊക്കെ വന്നിട്ട് വയ്യാണ്ടായി, കുറച്ച് സീനായിരുന്നു. ഇപ്പോൾ ഓക്കെ വരുന്നുണ്ട്, ബെറ്ററായിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് ബാക്ക് ടു വീഡിയോസ് ചെയ്യാം എന്ന് വിചാരിച്ചു. ഇതൊരു കുഞ്ഞുമണിയാണ്. പറഞ്ഞതൊന്നും കേൾക്കില്ല. അല്ല, ഞാൻ വല്യമ്മനെ വീട്ടിൽ കൊടുത്തിരുന്നു. അപ്പൊ എന്റെ ഏട്ടന്റെ മോളാണിത്. അതൊക്കെ പിന്നെ പറയാം, അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കളിക്കാം. അപ്പൊ ഇത് എന്റെ ഏട്ടന്റെ മോളാണ്. അത് കഴിഞ്ഞിട്ട് വീഡിയോസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അറിയില്ല പറ്റുമോന്ന്. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ച് തിരക്കൊക്കെയാണ് വീട്ടിലിങ്ങനെ. അമ്മയ്ക്ക് വയ്യാത്തത് കാരണം തന്നെ കുറച്ചൊക്കെ തിരക്കാണ്. പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കാണ്. അപ്പോൾ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യണമെന്നുണ്ട്. പിന്നെ ഈ ഒരു കുടുംബത്തിൽ ഉള്ളത് കാരണം അധികമൊന്നും ചെയ്യാൻ പറ്റാറില്ല. ഇവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം നന്നായിട്ട്. ഇങ്ങനെ ഇവളെ ഒരു ബുദ്ധിമുട്ടില്ല. ഇങ്ങനെ കൂടെ ഒരാളുണ്ടായാൽ മതി. ഇടയ്ക്ക് ഇങ്ങനെ അടുക്കളയ്ക്ക് വരും, എന്നിട്ട് പറയും ഒന്നിക്കോ. ഇടയ്ക്കിടയ്ക്കൊന്ന് എടുക്കണം, അല്ലേ? ഇടയ്ക്കിടയ്ക്ക് എടുക്കണ്ടേ? ഇടയ്ക്കിടയ്ക്കൊന്ന് എടുക്കണം, അത്ര മാത്രം ചെയ്താൽ മതി, അല്ലേ? പിന്നെ ഒന്ന് ഇടയ്ക്ക് ചോദിക്കും, ഒന്ന് ഇതാണ് ആളുടെ ഫോൺ. ഇപ്പോൾ നമ്മളിവിടുത്തെ വട്ടമ്പലം പൂരമായിരുന്നു. അപ്പോൾ പൂരത്തിന് പോയപ്പോൾ മേടിച്ചിരുന്നു. ഈ സാധനം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കളിക്കാൻ വരണം, അല്ലേ?
ഒന്ന് കളിച്ചാൻ കൂടുമോ, എൻ്റെ കൂടെ ഒന്ന് കളിച്ചാൻ കൂടുമോ എന്ന് ഇടയ്ക്ക് കളിക്കാൻ കൂടുമോ എന്ന് ചോദിച്ചിട്ട് വരും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ അല്ലേ. അപ്പോൾ ഇന്ന് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഗായ്സ് ഇതെങ്ങനെ കളിക്കാന്ന് പറഞ്ഞോട്ടാ, പറഞ്ഞെടുക്ക്. അതല്ലേ ആ അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടില്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി വീഡിയോസ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി എന്നും വീഡിയോസ് അപ്പോൾ പറ്റുമെങ്കിൽ വീഡിയോസ് ആയിട്ട് വരാം അല്ലേ. ഓക്കെ ബായ് എന്ന് പറയും. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സപ്പേക്കോ ബെല്ലൈക്കണില് നെക്കിയാൽ മതി അല്ലേ. അപ്പൊ എല്ലാം കാണാൻ പറ്റും അല്ലേ. ഓക്കെ ബായ്. വിശ്വാസമല്ല വീഡിയോസ്. അപ്പൊ അത്തരല്ലോ നമ്മളെ വീഡിയോസ്. അത്ര ബൈ ഗൈസ്. ബൈ ഗൈസ്.